നമസ്കാരം. രാവിലെ യാത്രക്കിടയിൽ നിങ്ങളോടൊപ്പം ചെറിയൊരു കാര്യമെന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിക്കോ എതിരെ എന്തെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരൻ വന്നാൽ അവനെ പിടിച്ച് ജയിലിലിടുവാനുള്ള നിയമമുണ്ട്. എന്നാൽ റിപ്പോർട്ടർ ചാനലിനെ പോലെ ഒരു ചാനൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇവരെ ഒന്ന് അകത്തിടുവാനുള്ള യാതൊരു നിയമവും ഈ നാട്ടിലില്ലയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മുഖ്യമന്ത്രി ചായക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയി എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത പുറത്തുവിട്ടു. അതിനു പുറകെ എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ക്ഷമാപണം നടത്തിക്കൊണ്ട് വേറൊരു വാർത്തയും പുറത്തുവിട്ടു. ക്ഷമാപണം നടത്തിയത് ഇവിടുത്തെ ജനങ്ങൾ കസേരയിൽ ഇരുത്താൻ അനുവദിക്കുന്നില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ക്ഷമാപണം നടത്തിക്കൊണ്ടൊരു വാർത്ത പുറത്തുവിട്ടത്. ഇവർക്ക് യാതൊരു ഉളുപ്പുമില്ലാത്ത ഒരു നാറിയ ചാനലാണ് ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നതിന് യാതൊരു മടിയുമില്ല. ഒരു ചാനൽ ആവശ്യത്തിനൊക്കെ സർക്കാരിനെയും അല്ലെങ്കിൽ മന്ത്രിമാരെയും ഒക്കെ വിമർശിക്കണം. ഇത് തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഒക്കെ വിമർശിച്ചുകൊണ്ടൊരു ചാനൽ മുൻപോട്ട് പോവുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ നടത്തിപ്പിൽ ഒരു നല്ല ശീലമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇവിടെ BJPക്കെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടി വന്ന് സമരം ചെയ്തതുപോലെ റിപ്പോർട്ടർ ചാനലിനും ഒരു സമരം ആവശ്യമാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒന്ന്, ഇവരെ നിലയ്ക്ക് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇവരിത് തുടർന്നുകൊണ്ടേയിരിക്കും. അതൊരു പരിധിവരെ പൊതുസമൂഹത്തിനെ ഒരുപാട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ കഴിഞ്ഞ 50 ദിവസക്കാലമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടുത്തെ പൊതുസമൂഹത്തിന് ഉത്തമ ബോധ്യമാണ്. ഇത് രാഷ്ട്രീയപരമായിട്ടൊന്നും പറയുന്നതല്ല. എനിക്കൊരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള വ്യക്തിയല്ല. ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വിമർശനങ്ങളില്ലാത്ത ഒരു ഭരണസമിതിയുമില്ല. എന്നാലും വിമർശിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വാർത്തകൾ കൊണ്ടുവന്ന് വാർത്താ പ്രാധാന്യം കിട്ടുവാൻ വേണ്ടി ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നത് കാണുമ്പോൾ എന്നെപ്പോലെ ചിലരെങ്കിലും പ്രതികരിക്കുവാൻ തയ്യാറായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ ന്യൂസ് ഒന്ന് കേട്ടു നോക്കൂ. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോയത് ഒരു കാപ്പിക്കടയല്ല, ബൈ മീ എ കോഫി എന്നുള്ളത് ഒരു കോഫിയല്ല എന്ന് പറയുന്നത് ശരിയാണ്. അതിൽ മുഖ്യമന്ത്രിയുടെ ഈ VIP മൂവ്മെന്റിന്റെ രജിസ്റ്ററാണ് എനിക്ക് കിട്ടിയത്. കിട്ടിയ സമയത്താണ് ഞാനത് പറഞ്ഞത്. അതിന് മുമ്പ് നമുക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ പേര് ബൈ മീ കോഫി എന്ന് കണ്ടപ്പോൾ അത് കോഫി ഷോപ്പ് ആയിരിക്കും എന്നാണ് തിരിച്ചത്. അത് കോഫി ഷോപ്പല്ല. ഞാൻ